ഹായ് ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചാണ്. എന്താണ് അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇൻഫ്ലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പം ഇൻഫ്ലേഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റും ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇനി അതിനോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇതിന് ശേഷമായിരിക്കും നമ്മൾ ഫിലിപ്സ് കർവിന്റെ ക്ലാസ്സിലേക്ക് പോവുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താണ് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് വൺ ഹു ഈസ് കേപ്പബിൾ ഓഫ് വർക്കിംഗ് ആക്റ്റീവ്ലി സീക്കിംഗ് വർക്ക് ബട്ട് അൺഎബിൾ ടു ഫൈൻഡ് എനി വർക്ക്. നമുക്ക് വളരെ ജനറൽ ആയിട്ട് പറഞ്ഞത് എന്താണ്, ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് ജോലി കിട്ടാത്ത സാഹചര്യത്തിനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഏതൊരു കൺട്രീനെ അപേക്ഷിച്ചും അവരുടെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മളിപ്പോ ഫിലിപ്സ് കർവ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ അൺഎംപ്ലോയ്മെന്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് ഫിലിപ്സ് കർവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഒരു എക്കോണമിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള രണ്ട് ഇഷ്യൂസ് ആണ് ഈ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ പോളിസി മേക്കിങ്ങിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ട് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം ഇവിടെ ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പം നമ്മളിവിടെ ഏറ്റവും വൈഡർ ആയിട്ട് രണ്ട് ടേമിൽ അൺഎംപ്ലോയ്മെന്റ് നമ്മളിപ്പം വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, വർക്ക് ചെയ്യാൻ തയ്യാറാകുന്ന ആളുകൾക്ക് വർക്ക് കിട്ടാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ വോളണ്ടറി ആയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, അൺഎംപ്ലോയിഡ് ആകാറുണ്ട്. അതായത് അവർക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കോണമിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതല്ല, അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതകൾ എക്കോണമിയിലുണ്ട്, പക്ഷെ അവര് എന്ത് ചെയ്യുന്നില്ല, ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതിന് പല റീസൺസ് ചെയ്യാം. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു റെമ്യൂണറേഷൻ അവർക്ക് കിട്ടിയെന്ന് വരില്ല, ഇല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള ജോലി അവർക്ക് കിട്ടിയെന്ന് വരുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർ വർക്ക് ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കും. It is a situation when a person is unemployed but not due to the unavailability of jobs in the economy, but because of not being able to find employment of his or her own choice, or they are not willing to work at prevailing market wage rate. അപ്പം വോളണ്ടറി ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റിൽ ആക്ച്വലി എന്താ, ഇവര് സ്വയമേ ജോലി ചെയ്യാൻ റെഡിയാകാത്തതാണ്. അതിനുള്ള പല റീസൺസ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ അവരുടെ ചോയ്സിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രിവീലിംഗ് മാർക്കറ്റ് വേജിൽ അവര് ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വോളണ്ടറി ടൈപ്പ് എന്ന് വിളിക്കുക. അപ്പൊ വോളണ്ടറി ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമുക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല എക്കോണമിക്ക്. പക്ഷെ ഒരു എക്കോണമിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് ആളുകള് ജോലി ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാത്ത സാഹചര്യത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. Involuntary unemployment occurs when a person is willing to work at prevailing wage yet is unemployed. അപ്പം കറന്റ് മാർക്കറ്റ് റേറ്റിൽ അയാൾ ജോലി ചെയ്യാൻ റെഡിയാണ്, പക്ഷെ ജോലി കിട്ടുന്നില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഈ ഒരു ഇഷ്യൂവിനെയാണ് പലപ്പോഴും പല രാജ്യങ്ങളും ഏറ്റവും പേടിയോടെ കാണുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിന് ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നതും ഈ ഇൻവോളണ്ടറി ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ വളരെ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ വോളണ്ടറി ഇൻവോളണ്ടറി എന്നാണ് നമ്മൾ തിരിക്കുക. അപ്പൊ ഇതിലെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഏതാണ്, ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് ആണ് ഒരു എക്കോണമിനെ അപേക്ഷിച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ. അപ്പൊ നമുക്കിനി സ്പെസിഫിക് ആയിട്ട് പല ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് എന്താണ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റിലേക്കാണ്. എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്? ദ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഈസ് എ ടൈം പീരിയഡ് ബിറ്റ്വീൻ ജോബ് വെൻ എ വർക്കർ ഈസ് സെർച്ചിങ് ഫോർ ഓർ ട്രാൻസിറ്റിംഗ് ഫ്രം വൺ ജോബ് ടു ദി അനദർ. അപ്പം ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്, ഒരാൾ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്ന ടൈം പീരീഡിൽ അയാൾ എന്താണ്, അൺഎംപ്ലോയിഡ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എന്റെ പി ജി കഴിഞ്ഞ ഒരു 3-4-5 മാസത്തേന് എനിക്ക് എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി ഞാൻ അന്വേഷിച്ച് നടക്കുവാണ്. പല കമ്പനീസിൽ പോയി ഞാൻ എന്ത് ചെയ്യുന്നു, റെസ്യൂമേ കൊടുക്കുന്നു, പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പം ആ ഒരു കാലയളവിൽ ഞാൻ എന്താണ്, അൺഎംപ്ലോയിഡ് ആണ്. അപ്പൊ അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുക, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഇനി അതല്ല, ഞാൻ ഒരു ജോലിയിൽ പ്രവേശിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, കറന്റ് ആയിട്ടുള്ള എന്റെ കമ്പനിയിൽ നിന്ന് റെസിഗ്നേഷൻ ഇട്ടിട്ട് മറ്റൊരു ജോലിയിലേക്ക് വേണ്ടി പ്രവേശിക്കാൻ വേണ്ടി എഗെയിൻ എന്ത് ചെയ്യുന്നു, ജോബ് സെർച്ച് നടത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്ഡ്. അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. It's sometimes called search unemployment and can be voluntary based on the
സർക്കംസ്റ്റൻസ് ഓഫ് ദി എംപ്ലോയിഡ് ഇൻഡിവിജ്വൽ. അപ്പം ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അതെന്താണ്, ഒരു വോളണ്ടറി ടൈപ്പ് ആണ്. കാരണം എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മൂവ് ചെയ്യുന്ന ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. അപ്പം ഈ ട്രാൻസിഷൻ സ്റ്റേജ് എല്ലാ എക്കോണമിയിലും നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതാണ്. അവിടുത്തെ ആളുകൾ അല്ലെങ്കിൽ സിറ്റിസൺസ് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി സെർച്ച് ചെയ്യുന്ന, അത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. അപ്പം ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റിനെ നമ്മൾ എങ്ങനെയും വിളിക്കാറുണ്ട്, സെർച്ച് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി അത് കൂടാതെ മറ്റൊരു ടേം ഇതിന് കൊടുക്കുന്നതാണ് ടേൺ ഓവർ അൺഎംപ്ലോയ്മെന്റ്. അതായത് ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരാളെ മാറ്റി മറ്റൊരാളെ, അല്ലെങ്കിൽ ഒരാൾ മാറിയതിനു ശേഷം മറ്റൊരാളെ ആ ഒരു പൊസിഷനിലേക്ക് എത്തേണ്ട ആ ഒരു ടേൺ ഓവറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റിനെ ടേൺ ഓവർ അൺഎംപ്ലോയ്മെന്റ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ പറഞ്ഞ പോലെ ഈ നാച്ചുറൽ ആണ് ഈ സെർച്ച് അൺഎംപ്ലോയ്മെന്റും ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ടേൺ ഓവർ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു എക്കോണമിയിൽ വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. The level of involuntary unemployment is properly the unemployment rate minus the rate of frictional unemployment. അപ്പൊ ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് പലപ്പോഴും എന്താണ്, എല്ലാ എക്കോണമിയിലും കാണാൻ സാധിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പം ഏതാണ് ഇതിനെ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, സെർച്ച് അൺഎംപ്ലോയ്മെന്റ്, ടേൺ ഓവർ അൺഎംപ്ലോയ്മെന്റ് എന്നൂടെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതാണ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, ടേൺ ഓവർ അൺഎംപ്ലോയ്മെന്റ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ യൂഷ്വലി എങ്ങനെ വിളിക്കുക, നമ്മൾ ടേൺ ഓവർ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. കാരണം എന്താ, ഒരു എംപ്ലോയിനെ മാറ്റി മറ്റൊരാളെ ആ ഒരു പൊസിഷനിലേക്ക് എടുക്കുന്നതിനുള്ള ആ ഒരു കാലയളവിൽ ഉണ്ടാകുന്ന ഗ്യാപ്പിനെയാണ് ടേൺ ഓവർ എന്ന് സൂചിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ടേൺ ഓവർ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സെർച്ച് അൺഎംപ്ലോയ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. മറ്റൊരു വളരെ നാച്ചുറൽ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ് ആണ് structural unemployment. Structural unemployment refers to the type of unemployment caused by a mismatch between the skill workers have and the skill needed for the available jobs. This can happen due to technological changes, shift in industries or other structural changes in the economy. അപ്പം ഈ കറന്റ് എക്കോണമിയിൽ ജോലി അവൈലബിൾ ആണ്, പക്ഷെ എന്താണ്, അവിടെ ജോലി ചെയ്യാൻ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള സ്കിൽ ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിലാണ് യൂഷ്വലി സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അതായത് ഞാൻ എന്റെ എക്കോണമി നോക്കുന്നു, ജോലികൾ അവൈലബിൾ ആണ്, ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിച്ച ആളുകൾക്കുള്ള ജോലി ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, പക്ഷെ എനിക്ക് ആ കമ്പ്യൂട്ടർ നോളജ് ഇല്ലായ്മ എനിക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ജോലിക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കില്ലും എന്റെ സ്കില്ലും തമ്മിലുള്ള ഈ ഒരു മിസ്മാച്ചിനെയാണ് ഇവിടെ എന്നെ അൺഎംപ്ലോയിഡ് ആക്കുന്നത്. അപ്പം ഇങ്ങനത്തെ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് എന്ത് വിളിക്കുക, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഇനി അതുപോലെ തന്നെ എക്കോണമിയിലെ സ്ട്രക്ചറൽ ചേഞ്ചസ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്കോണമി എന്ത് ചെയ്യുന്നു, അവരുടെ എക്കണോമിക് സിസ്റ്റത്തിൽ കൂടുതൽ എന്താണ്, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ വരിക. അപ്പൊ ടെക്നോളജിയിലേക്ക് എക്കോണമി എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ കറന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ബേസ്ഡ് ആയിട്ടുള്ള ജോലികളാണ് കൂടുതലും വരിക. അപ്പം എ നോളജ് എനിക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ജോലികളെ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അപ്പം ഇതുപോലെ എക്കോണമിയിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ എന്താണ്, അവിടെ ഉണ്ടാകുന്ന കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. കൂടുതലും ഈ ഒരു മിസ്മാച്ച് ബിറ്റ്വീൻ സ്കിൽ ഓഫ് ദി വർക്കേഴ്സ് ആൻഡ് എന്താണ് സ്കിൽ നീഡഡ് ഫോർ ദി ജോബ്സ് ആണ് പലപ്പോഴും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് റീസൺ ആകുക. ദ അൺഎംപ്ലോയ്മെന്റ് വർക്കേഴ്സ് മേ ലാക്ക് ദ സ്കിൽ നീഡഡ് ഫോർ ദി ജോബ്സ് ഓർ ദേ മേ നോട്ട് ലീവ് ഇൻ ദ പാർട്ട് ഓഫ് ദി കൺട്രി ഓർ വുഡ് ദേ വേർ ദ ജോബ്സ് ആർ അവൈലബിൾ. അപ്പം ഒന്നെങ്കിൽ സ്കില്ല് തമ്മിലുള്ള മിസ്മാച്ച്, അതല്ലെങ്കിൽ എന്താണ്, ഡൽഹിയിൽ ജോലി അവൈലബിൾ ആണ്, ഞാൻ കേരളത്തിലാണ്, പക്ഷെ എനിക്ക് ഡൽഹിയിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു റൂറൽ ഏരിയയിലാണ് ഞാൻ ജീവിക്കുന്നത്, അർബൻ ഏരിയാസിൽ ജോലിയുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകാൻ റെഡി ആകുന്നില്ല. അപ്പം ഈ ഒരു പ്രോബ്ലം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിന് കാരണമാക്കാം. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഈസ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ദി എക്കോണമി ആൻഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് സപ്ലൈ സൈഡ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് നോട്ട് ഇൻസഫിഷ്യന്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പം ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ എക്കോണമിയിൽ ഈ പറയുന്ന പോലെ ജോലിയുടെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, ഇതെന്താണ്, സപ്ലൈ സൈഡിൽ നിന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ ലേബർ സപ്ലൈയിൽ നിന്നുള്ള പ്രശ്നമാണ്. ആ ലേബറുടെ എന്താണ് സ്കില്ലിന്റെ പോരായ്മയായിരിക്കാം, അല്ലെങ്കിൽ അയാൾ റെഡി ആകാത്തതായിരിക്കാം ജോലി അവൈലബിൾ ആയിട്ടുള്ള ഏരിയസിലേക്ക് മൂവ് ചെയ്യാത്തത്. അപ്പം ഒരു സപ്ലൈ സൈഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. The structural unemployment is one of the 5 major categories of unemployment distinguished by the economics. Structural unemployment is generally considered to be one of the permanent type of unemployment. Structural unemployment is a type of long-term unemployment that has multiple causes
unemployment resulting from wage rigidity or job rationing is referred to as structural unemployment. അപ്പം ഇവിടെ ഈ structural unemployment മറ്റൊരു നേച്ചർ എന്ന് പറയുന്നത് വളരെ പെർമനന്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞ പോലെ വളരെ ജനറൽ ആയിട്ട് കാണുന്ന ഒരു കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എല്ലാ എക്കോണമിയിലും ഏത് സിറ്റുവേഷനിലും എന്താണ് ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഒരു എക്കോണമിയിലെ എല്ലാ ആളുകളും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ജോലിക്ക് അനുസരിച്ചുള്ള സ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് തന്നെ വളരെ നാച്ചുറൽ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് കാണാവുന്ന ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഇത് ലോങ് ടേം ആണ്, ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് അങ്ങനെയല്ല, അവിടെ എന്ത് ചെയ്യാം, അത് ചേഞ്ചസ് വരാം, ആ റേറ്റിൽ ചേഞ്ചസ്. അപ്പം ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വളരെ പെർമനന്റ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ക്രോണിക് അൺഎംപ്ലോയ്മെന്റിന്റെ കാറ്റഗറിയിൽ പെടുത്താറുണ്ട്. ഈ സ്ട്രക്ചറൽ ക്രോണിക് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലം നിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മൾ ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. നമ്മൾ ക്രോണിക് ബാച്ചലർ എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ ഒത്തിരി കാലം എന്താണ് ഈ അൺഎംപ്ലോയ്മെന്റ് ഒരു എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ ഈ സ്ട്രക്ചറൽ ടൈപ്പ് അതുപോലെയാണ്, ലോങ് ടേം നേച്ചർ ആണ്. അപ്പൊ ഇവിടെ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വേജ് റിജിഡിറ്റിയും ജോബ് റേഷനിങ്ങും. അപ്പം ഈ മാർക്കറ്റ് ക്ലിയറിംഗ് വേജിനേക്കാളും എബോവ് ആയിട്ടുള്ള ഒരു വേജ് കൊടുത്തുകൊണ്ട് മാത്രമേ ഈ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ആ ഒരു ജോലിയിൽ ഈ എംപ്ലോയീസിന് നിർത്താൻ പറ്റൂ. ഇവരുടെ വേജ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യില്ല, ജോലിയിൽ നിൽക്കില്ല സ്കിൽഡ് ആയിട്ടുള്ള ആള്. അപ്പൊ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആള് പോയി കഴിഞ്ഞാൽ വേറൊരാളെ അവിടെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ വേജ് റിജിഡിറ്റീസ് പലപ്പോഴും എന്താ ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് റീസൺ ആകുന്നത്. അതുപോലെ തന്നെ ജോബ് റേഷനിങ്, അപ്പം അവിടെ എന്താണ് ജോബ് റേഷനിങ് നടക്കുമ്പോഴും ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിനുള്ള രണ്ട് റീസൺസ് ആണ് ജോബ് റേഷനിങ്ങും അതുപോലെ തന്നെ വേജ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്ന കോസസ് ഞാൻ രണ്ട് കോസസ് ഓൾറെഡി പറഞ്ഞു. നമുക്ക് അതിലേക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. ഒക്യുപേഷണൽ ഇമ്മൊബിലിറ്റീസ്, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ പുതിയ സ്കിൽസുകളെ പഠിക്കാനുള്ള ഈ എംപ്ലോയീസിന്റെ ഏതാണ് പോരായ്മ അല്ലെങ്കിൽ അവർക്ക് സാധിക്കാത്തത് ഈ ഒരു സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് റീസൺ ആകാം. അതാ ഇവിടെ പറഞ്ഞത് ഒക്യുപേഷണൽ ഇമ്മൊബിലിറ്റീസ്. This refers to the difficulties in learning new skill applicable to the new industry and technological change. For example, an unemployed farmer may struggle to find job in high-tech industries. അപ്പം occupational immobilities ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഫസ്റ്റ് റീസൺ ആണ്. രണ്ടാമത്തെ എന്താണ് ജിയോഗ്രഫിക്കൽ ഇമ്മൊബിലിറ്റീസ്. This refers to the difficulty in moving regions to get a job. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകാൻ റെഡി ആകാൻ സാധിക്കാത്തത്, അതിനെയാണ് ജിയോഗ്രഫിക്കൽ ഇമ്മൊബിലിറ്റീസ്. അപ്പൊ ഒക്യുപേഷണൽ മൊബിലിറ്റിയും ജിയോഗ്രഫിക്കൽ ഇമ്മൊബിലിറ്റിയും വളരെ ഒരു മേജർ കോസസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഇപ്പൊ കറന്റ് നമ്മൾ AI പോലുള്ള ട്രാൻസിഷൻസ് നടക്കുമ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ത് ചെയ്യാം ഈ ഒരു സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് റീസൺ ആകാം. പിന്നെ അതുപോലെ തന്നെ എക്കോണമിയുടെ സ്ട്രക്ചറൽ ചേഞ്ചസ്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴും ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എക്കോണമിയിൽ ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ മേജർ ആയിട്ട് പഠിച്ചു, വോളണ്ടറി പഠിച്ചു, ഇൻവോളണ്ടറി പഠിച്ചു, ഫ്രിക്ഷണൽ പഠിച്ചു, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചു. അപ്പൊ ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മൾ എക്കോണമിയിൽ കാണുന്നതാണ്. അപ്പൊ ഇതിനെ നമുക്കൊരു വോളണ്ടറി നേച്ചർ ഉള്ള കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ് ഇതൊക്കെ ഫ്രിക്ഷണലും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഈ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് യൂഷ്വൽ കേസസ് എന്താണ് ഷോർട്ട് ടൈം എക്കണോമിക് ഡൗൺ ടേൺസ് അല്ലെങ്കിൽ എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് മൂലം ഉണ്ടാകുന്നതാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. അതായത് നേരത്തെ പറഞ്ഞ ബിസിനസ് സൈക്കിളിൽ ഈ ബിസിനസ് സൈക്കിൾസിന്റെ റീസൺ ആയിട്ട് നമുക്ക് റിസഷൻ ഉണ്ടാകുമ്പോൾ അവിടുത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഡിക്രീസ്, ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഡിക്രീസ് മൂലം സാധനങ്ങളുടെ പ്രൊഡക്ഷനോ കാര്യങ്ങളോ റെഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. Cyclical unemployment refers to the joblessness caused by short-term economic downturn or fluctuation, such as recession. When the demand for goods and services decreases, business may reduce production and may lay off workers, leading to higher unemployment. This type of unemployment typically decrease during the economic expansion as demand rises and companies hire more workers. It tied to the business cycle, distinguishing it from the structural or frictional unemployment. അപ്പം ഈ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്തല്ല ഒരുപാട് കാലം ഉണ്ടാകുന്ന ഈ എക്കണോമിക് ഫ്ലക്ച്വേഷൻ, അതായത് ബിസിനസ് സൈക്കിൾസ് മൂലം റിസഷൻ ഉണ്ടാകുന്ന ഈ റിസഷന്റെ ടൈമിൽ ഈ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ റിഡക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ് എന്ത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നമുക്ക് ഗ്രോത്ത് തിയറീസിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. It is a situation in which more people are doing the work than actually required. Even if some are withdrawn, production does not suffer. In other words, it
refers to a situation of employment with surplus manpower in which some workers have zero or negative marginal productivity. അതായത് ഒരു പർട്ടിക്കുലർ ലാൻഡിൽ 5 പേര് വർക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് 10 പേര് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ വിസിബിളി നോക്കുമ്പോൾ എന്താണ് 10 പേരും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ആക്ച്വലി ഈ 10 പേരുടെ ആവശ്യം ആ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യാൻ ആവശ്യമില്ല. അപ്പൊ അഡീഷണൽ ആയിട്ട് ഇരിക്കുന്ന 5 വർക്കേഴ്സിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്താ, സീറോയോ നെഗറ്റീവോ ആണ്. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അല്ലെ. നമ്മള് പലപ്പോഴും നമ്മൾ കാണാറുണ്ടോ, ഒരാൾ ചെയ്യേണ്ട ജോലി 5 പേര് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ ബാക്കിയുള്ള 4 പേരുടെ ആവശ്യമില്ല അല്ലെ. അപ്പം ഈ ഒരാള് ഈ ബാക്കിയുള്ള 4 പേരെ അവിടെ നിന്ന് നമ്മൾ വിഡ്രോൺ ചെയ്താലും ഈ പറയുന്ന ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ ഒരു റിഡക്ഷൻ സംഭവിക്കത്തില്ല. അപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റില് ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷനിൽ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആകുന്നതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഇതിന്റെ മേജർ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, ഈ അഡീഷണൽ ആയിട്ടുള്ള വർക്കേഴ്സിന്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് സീറോയോ നെഗറ്റീവോ ആണ്. നമ്മൾ ഈ ലൂയിസ് മോഡലിലൊക്കെ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച്. സോ their removal will not affect the volume of total production. Overcrowding in the agriculture due to the rapid growth of population and lack of alternative job opportunities may be cited as the main reason for disguised unemployment in India. അപ്പം ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിനെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. കാരണം നമുക്കറിയാം നമ്മുടെ റൂറൽ ഏരിയാസ് കൂടുതലും എന്താണ്, അഗ്രികൾച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻവോൾവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഒരു ഫാമിലിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവർക്ക് ഒരു സെർട്ടൈൻ ഏക്കർ ഓഫ് ലാൻഡ്സ് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇവരെല്ലാവരും രാവിലെ തൊട്ട് എന്ത് ചെയ്യും, എല്ലാവരും ഒന്നിച്ച് അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങും. അപ്പം അവിടെ ആക്ച്വലി ആ ഒരു കൃഷി നടത്തണ എന്ത് ചെയ്യേണ്ട, ഒരുപാട് ആളുകളുടെ ആവശ്യമില്ലായിരിക്കും, 2-3 ആളുകൾ മാത്രമായിട്ട് ആവശ്യം. പക്ഷെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് കാരണം മറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് കൊണ്ട് ഇവരെല്ലാവരും എന്ത് ചെയ്യും, ഇവിടെ ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള രീതിയിൽ ഒരു പർട്ടിക്കുലർ ഏക്കർ ഓഫ് ലാൻഡിൽ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതെന്താണ്, ഒരു കൈൻഡ് ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിലാണ് യൂഷ്വലി ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിനെ കാണാൻ സാധിക്കുക. ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്താണ്, ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇൻ എ റൂറൽ ഏരിയാസ് പെർ അഗ്രികൾച്ചർ സെക്ടർ where 10 members of a farmer family were employed on small farm plot when 5 are enough. Those extra 5 members are unemployed rather than being employed. It also known as hidden unemployment. അപ്പം ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, ഹിഡൻ എംപ്ലോയ്മെന്റ്. കാരണം എന്താ, വിസിബിളി അവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ആക്ച്വലി അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി സീറോയോ നെഗറ്റീവോ ആണ്. അപ്പൊ ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളെ നമ്മൾ ജനറലി ഗ്രോത്ത് തിയറീസിൽ നമ്മൾ പറയാറുണ്ട് അവിടുത്തെ സേവിങ് പൊട്ടൻഷ്യൽ ആണ് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. കാരണം ഇവിടെ എന്താണ്, ലേബർ മാൻ പവർ കൂടുതലാണ്. ആ എക്കോണമിക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകണം എന്ത് ചെയ്താൽ മതി, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്സ്ട്രാ വർക്കേഴ്സിനെ മറ്റ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഇൻഡസ്ട്രിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് സെക്ടേഴ്സിലേക്കോ ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രോത്തിനെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഫാസ്റ്റ് ആയിട്ട് കൂട്ടാൻ സാധിക്കും. അപ്പം ഈ സേവിങ് പൊട്ടൻഷ്യൽ കമ്പാരിറ്റീവ്ലി കൂടുതലുള്ളതാണ് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കാണിക്കുക. ദ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഹാസ് സേവിങ് പൊട്ടൻഷ്യൽ because it involves surplus labor workers who contribute little to no additional output. These workers can be reallocated to more productive sectors like industry or service without reducing output in the current sector. This redirection can increase overall economic efficiency and output efficiently, saving resources that were previously underutilized. For example, if a farmer has 10 workers but only 5 are needed, the extra 5 can be moved to a factory, boosting production elsewhere while the farmer's output remain unchanged. This untapped work labor represent potential economic savings and growth. അപ്പം ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് മേജർ ആയിട്ടുള്ള ഫീച്ചർ ആണ് എന്താണ്, ഇത് സേവിങ് പൊട്ടൻഷ്യലാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കാണിക്കുക. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു മേജർ പോയിന്റ് എന്ന് പറയുന്നത് എന്താ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി സീറോയോ നെഗറ്റീവോ ആണ്. അതുപോലെ തന്നെ ഇതൊരു സേവിങ് പൊട്ടൻഷ്യൽ കാണിക്കുന്നതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. നെക്സ്റ്റ് വൺ ആണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ അഗ്രികൾച്ചറിലൊക്കെ നമ്മൾ ജനറലി കാണുന്ന ഈ വിന്റർ ക്രോപ്പ്, റാബി ക്രോപ്സ് ഉള്ള വിന്റർ ക്രോപ്പുകൾ നമ്മൾ എന്താണ് ഒരു പർട്ടിക്കുലർ സീസണിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക. ആ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റു ജോലികളിലേക്കൊന്നും പോകാതെ നമ്മൾ ആ സീസണിന് വേണ്ടി നെക്സ്റ്റ് ഇയറിൽ ആ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാലയളവ് വരെ എന്തായിരിക്കും നമ്മൾ അൺഎംപ്ലോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഫാർമേഴ്സ്
അൺഎംപ്ലോയിഡ് ആയിരിക്കും. അപ്പം ഇതിനെയാണ് സീസൺ അൺഎംപ്ലോയ്മെന്റ്. ഓരോ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം പ്രൊഡക്ഷൻ നടത്തുന്ന കൈൻഡ് ഓഫ് പ്രൊഡക്ഷനിൽ മറ്റ് സീസൺസിൽ അവിടുത്തെ ആ ഒരു സെക്ടറിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് അൺഎംപ്ലോയിഡ് ആവുന്നു. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. സീസണൽ അൺഎംപ്ലോയ്മെന്റ് occur when the people are unemployed at a particular time of the year when demand for labor is lower than usual. There are a few seasonal crops, that is crops that yield only in a particular season. Example, the rabi or winter crops. Farmer working for the yield of these crops would be seasonally unemployment during the other time of the year. That means when there is a off season for the one crop, the farmer are unemployed as they do not get to work on the field of any other purposes. അപ്പം ആ ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രം ജോലി അവൈലബിൾ ആണോ, മറ്റ് സീസണിൽ അവൾ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. ഇനി അടുത്തതാണ് ക്രോണിക് അൺഎംപ്ലോയ്മെന്റ്. നേരത്തെ ഞാൻ പറഞ്ഞു വളരെ ലോങ് ടേമിലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ എന്ത് വിളിക്കും? ക്രോണിക് അൺഎംപ്ലോയ്മെന്റ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ്, അതും എന്താണ് ഒരു കൈൻഡ് ഓഫ് ക്രോണിക് ആണ്, ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് ആണ്. If unemployment continues to be a long-term feature of a country, it is called chronic unemployment. Rapid growth of population and inadequate level of economic development on the account of vicious circle of poverty are the main causes for chronic unemployment. അപ്പോൾ vicious circle of poverty മൂലമൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? ഈ chronic unemployment ആണ്. അപ്പം ഇത്രയുമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇനി അവസാനമായിട്ട് നമുക്ക് കാണേണ്ടതാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. It is a situation in which people employed contribute less than their capacity to production. അപ്പൊ അണ്ടർഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കപ്പാസിറ്റിനേക്കാളും ലെസർ ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ അണ്ടർഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രിക്കാരൻ എന്ത് ചെയ്യുന്നു? ഒരു SSLC കാരന്റെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു PhD കാരൻ ഒരു ഡിഗ്രിക്കാരന്റെ ജോലി ചെയ്യുന്നു. ആക്ച്വലി നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ്? നമ്മുടെ കപ്പാസിറ്റിനേക്കാളും പൊട്ടൻഷ്യലിനേക്കാളും ലെസർ ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മാർജിൻ പ്രൊഡക്ടിവിറ്റി നന്നായിട്ടല്ല നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് പീപ്പിൾ ആർ നോട്ട് ഗെയിൻഫുള്ളി എംപ്ലോയിഡ്. They may be employed either on part-time basis or undertake a job for which lesser qualification is required. For example, a postgraduate may work as a clerk for which only SSLC is enough. നമുക്കറിയാം പല ഡിഗ്രിക്കാരും പോസ്റ്റ് ഗ്രാജുവേറ്റുകാരും ഒക്കെ എന്ത് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള വർക്കുകൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? അണ്ടർഎംപ്ലോയ്മെന്റ് ആണ്. അപ്പം ഈ അണ്ടർഎംപ്ലോയ്മെന്റും ഒരു കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ് എക്കോണമിക്ക്. ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടാതെ പോകുന്നു. ഓക്കെ, അപ്പം ഇത്രയുമാണ്. അപ്പൊ മേജർ ആയിട്ടുള്ള ടൈപ്പുകളാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ ഞാൻ ആ ടൈപ്പുകളെ ഒന്നുകൂടെ പറയാം. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് എന്താണ്? വോളണ്ടറി ടൈപ്പ് ആണ്. രണ്ടാമത്തത് ഇൻവോളണ്ടറി ടൈപ്പ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, ദെൻ അതുപോലെ തന്നെ ഏതാണ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, ദെൻ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് കോസസ് പഠിച്ചു. ദെൻ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ശേഷം സീസണൽ അൺഎംപ്ലോയ്മെന്റ് കണ്ടു, ക്രോണിക് അൺഎംപ്ലോയ്മെന്റ് കണ്ടു, അൺഎംപ്ലോയ്മെന്റ് കണ്ടു. ഇത്രയുമാണ് മേജർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട അൺഎംപ്ലോയ്മെന്റ് ടൈപ്പുകൾ. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. The unemployment resulting from wage rigidity and job rationing. Wage rigidityയും ജോബ് റേഷനിങ് മൂലമുണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ഏതാണ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, സർപ്ലസ് അൺഎംപ്ലോയ്മെന്റ്, റേഷനിങ് അൺഎംപ്ലോയ്മെന്റ്, പെർമനന്റ് അൺഎംപ്ലോയ്മെന്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. വേജ് റിജിഡിറ്റിയും ജോബ് റേഷനിങ് മൂലം ഉണ്ടാകുന്നത് ഏതാണ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, the phenomena of structural unemployment is temporary, cyclical, seasonal and chronical. അപ്പം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പെർമനന്റ് നേച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്? വളരെ ലോങ് ടേമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ടെമ്പററി അല്ല, സൈക്ലിക്കൽ അല്ല. സൈക്ലിക്കൽ എന്താണ്? ബിസിനസ് സൈക്കിൾ മൂലമാണ്. സീസണൽ അല്ല, എന്താണ്? ക്രോണിക് ആണ്. ക്രോണിക് ആണ്, ലോങ് ടേമിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ക്രോണിക് ആയിട്ടുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ, അൺഎംപ്ലോയ്മെന്റ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് ഈസ് കോൾഡ് ഡാഷ് അൺഎംപ്ലോയ്മെന്റ്. എഫക്റ്റീവ് ഡിമാൻഡ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന എപ്പോഴാണ്? ബിസിനസ് സൈക്കിൾ ആണ്. അപ്പൊ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ് വരിക. അപ്പൊ സൈക്ലിക്കൽ റിസഷൻ പോലുള്ള സിറ്റുവേഷനിലാണ് ഈ എഫക്റ്റീവ് ഡിമാൻഡിന്റെ റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ ഫ്രിക്ഷണൽ, സ്ട്രക്ചറൽ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് തന്നിട്ടുണ്ട്. ഫ്രിക്ഷണൽ എന്താണ്? ജോബ് സെർച്ചിന്റെ സമയമാണ്. സ്ട്രക്ചറൽ മിസ്മാച്ച് ബിറ്റ്വീൻ സ്കിൽസ് ഓഫ് വർക്കേഴ്സും സ്കിൽ നീഡർ ഫോർ ദ ജോബും ആണ്. ഡിസ്ഗൈസ്ഡ് അല്ല. ഡിസ്ഗൈസ്ഡ് എന്താണ്? ആവശ്യത്തിലുള്ള ആളുകൾ ജോലി ചെയ്യുന്നതാണ്. എഫക്റ്റീവ് ഡിമാൻഡ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഫ് പീപ്പിൾ ആർ മെയ്ഡ് അൺഎംപ്ലോയിഡ് ബിക്കോസ്
of a fall in aggregate demand, this is known as, again, aggregate demand അല്ലെങ്കിൽ effective demand ഉണ്ടാകുന്ന ഡിക്രീസ് ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ്. ഫ്രിക്ഷണൽ തന്നിട്ടുണ്ട്, സീസണൽ തന്നിട്ടുണ്ട്, സൈക്ലിക്കൽ തന്നിട്ടുണ്ട്, സ്ട്രക്ചറൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഏതാ റൈറ്റ് ആൻസർ? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, the type of unemployment in the agriculture sector of India where more people are employed than required is known as. ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഏതാണ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, സീസണൽ അൺഎംപ്ലോയ്മെന്റ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. റൈറ്റ് ആൻസർ ഏതാണ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഒരു മാത്സ് ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 1 ഫ്രിക്ഷണൽ തന്നിട്ടുണ്ട്, സ്ട്രക്ചറൽ തന്നിട്ടുണ്ട്, സൈക്ലിക്കൽ തന്നിട്ടുണ്ട്, വോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2 ലിങ്ക് ടു ദി ബിസിനസ് സൈക്കിൾ in between job and education, not seeking employment, gap in skill and desired job. അപ്പൊ നമുക്ക് ആദ്യത്തെ എടുക്കാം. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർച്ചിങ് ആണ് അല്ലെ? ഇപ്പൊ സെർച്ചിങ് ആയതുകൊണ്ട് എന്താ, ഒന്നെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മൂവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പുതിയൊരു ജോലി സെർച്ച് ചെയ്യുന്നു. അപ്പം ഏതാണ് നമുക്ക് രണ്ടിലേക്ക് കണക്ട് ചെയ്യാം, ബിറ്റ്വീൻ ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്കില്ല് നീഡഡും വർക്കേഴ്സിന്റെ സ്കില്ലും തമ്മിലുള്ള മിസ്മാച്ച് ആണ്. അപ്പൊ ഗ്യാപ്പ് ഇൻ സ്കിൽ ആൻഡ് ഡിസേർഡ് ജോബ് ആണ് വരിക. ദെൻ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്താണ്? ബിസിനസ് സൈക്കിൾ ആണ്. അപ്പൊ 1 നമുക്ക് കണക്ട് ചെയ്യാം. വോളണ്ടറി എന്താണ്? നോട്ട് സീക്കിംഗ് എംപ്ലോയ്മെന്റ്, അതാണ് വോളണ്ടറി ടൈപ്പ് വരിക. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. 2413 ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? അഗെയിൻ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. It represents potential saving. The marginal productivity of labor is 0 or extremely low. It is due to the existence of joint family system. It is confined to rural areas. ഇപ്പൊ നോക്കുക, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്ഗൈസ്ഡ്. അവിടുത്തെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0യോ നെഗറ്റീവോ ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ലോ ആണ്. സേവിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ? ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാൽ റൈറ്റ് അല്ലേ? സേവിംഗ് പൊട്ടൻഷ്യൽ, പിന്നെ എന്താ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0യോ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ലോ ആണ്. കൂടുതലും ഏതാണ്? റൂറൽ ഏരിയാസ് ആ കാണുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. എന്താണ്? അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലാണ് ഇത് കാണുക. ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ ഈ പറയുന്ന പോലെ ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കാണുക. അപ്പം റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. 1 2 3 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ട് വരിക. 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് വൺ, which of the following is true for disguised unemployment? Again, disguised unemployment true ആയിട്ടുള്ളത്. It has saving potential, it has investment potential, it is a source of expanding production, it is a source of social unrest. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിന്റെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ആ സേവിംഗ് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സേവിംഗ്. ഇറ്റ് ഹാസ് എ സേവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതാണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻ പ്രസന്റ് ഇൻ ഇന്ത്യ, അസേർഷൻ റീസൺ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി അറ്റ് മാർജിൻ ഈസ് ക്ലോസ് ടു 0. അപ്പം അസേർഷൻ തന്നിരിക്കുന്ന ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഈസ് പ്രസന്റ് ഇന്ത്യ. ഒബ്വിയസ്ലി ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷൻ ആണ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് പ്രസന്റ് ആണ്. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി അറ്റ് മാർജിൻ ഈസ് ക്ലോസ് ടു 0. എക്സാമ്പിൾ മാർജിൻ പ്രൊഡക്ടിവിറ്റി 0 നെഗറ്റീവ് ആണ്. 2 റൈറ്റ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. The long term chronic unemployment rising from imbalance between the skill and other characteristics of the workers in the market and the need of employers is known as cyclical unemployment, frictional unemployment, structural unemployment, seasonal unemployment. അപ്പൊ ഇതെന്താ കാണിച്ചത്? സ്കില്ലിന്റെ കാര്യം പറഞ്ഞു. സ്കില്ലാണെങ്കിൽ ഒബ്വിയസ്ലി എങ്ങോട്ടാണ് നമുക്ക് കണക്ട് ചെയ്യാവുന്നത്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിലേക്കാണ് കണക്ട് ചെയ്യാൻ പറ്റുക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. The unemployment associated with short-term economic fluctuation, അതായത് ബിസിനസ് സൈക്കിൾസ്, അതുമായിട്ട് കണക്റ്റഡ് എന്താണ്? സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ് കണക്റ്റഡ് ആയിട്ട് വരിക. എ ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചുള്ള അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ്. ജനറലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റ് ടൈപ്പ്. നമുക്ക് കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫിലിപ്സ് കർവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷെ ജനറലി ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടോ. എന്താണ് ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്? ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് refers to the unemployment rate that exists when the economy is at full employment, where all the unemployment is due to frictional and structural factors, not cyclical.
അതായത് ഒരു എക്കോണമിയിൽ ആ എക്കോണമി ഫുൾ എംപ്ലോയ്മെന്റ് ഔട്ട്പുട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും അവിടെ സെർട്ടൈൻ റേറ്റ് ഓഫ് ഫ്രിക്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകും. ഈ റീസൺസ് കൊണ്ട് മാത്രം അവിടെ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അതായത് എക്കോണമി ഓപ്പറേറ്റ് ചെയ്യുന്ന ഫുൾ പൊട്ടൻഷ്യലില്ല, ഈവൻ ദോ ഫുൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യലിലാണെങ്കിലും അവിടെ സെർട്ടൈൻ റേറ്റ് ഓഫ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഒരിക്കലും നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ത് മൂലം ആയിരിക്കത്തില്ല, സൈക്ലിക്കൽ ഫാക്ടേഴ്സ് മൂലം അല്ല. എന്താണ്, ഫ്രിക്ഷണലും സ്ട്രക്ചറലും ആയിട്ടുള്ള ഫാക്ടേഴ്സ് മൂലം മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ജോബ് സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ജോബ് ട്രാൻസിഷൻ മൂലം അല്ലെങ്കിൽ സ്കില്ലും റിക്വയർഡ് ജോബും തമ്മിലുള്ള മിസ്മാച്ച് മൂലവും മാത്രമായിരിക്കും അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇറ്റ്സ് ഓഫൺ കോൾഡ് ദി നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് as it is a rate at which inflation is stable without upward or downward pressure. അപ്പൊ ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇൻഫ്ലേഷൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യത്തില്ല, ഒരു സ്റ്റേബിൾ റേറ്റിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമ്മൾ എന്ത് വിളിക്കാറുണ്ട്, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഈ നാച്ചുറൽ റേറ്റിൽ നിന്ന് അൺഎംപ്ലോയ്മെന്റ് നിങ്ങൾ കുറയ്ക്കാൻ നോക്കിയാൽ ഇൻഫ്ലേഷൻ കൂടും, ഈ നാച്ചുറൽ റേറ്റിന്റെ അൺഎംപ്ലോയ്മെന്റിനെ കൂട്ടാൻ നോക്കിയാൽ ഇൻഫ്ലേഷൻ കുറയും. അപ്പം ഈ ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആകുന്ന ഒരു റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ എന്താ വിളിക്കുക, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പം ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകാൻ ഒരേ ഒരു റീസൺ ഉള്ള അല്ലെങ്കിൽ ഏതൊക്കെ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മാത്രമാണ്, സ്ട്രക്ചറലും ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് മാത്രമായിട്ടിരിക്കുക. Natural rate of unemployment is the rate of unemployment when the labor market is in equilibrium. Labor market equilibrium, അതായത് ഫുൾ കപ്പാസിറ്റിയിലാണ് എക്കോണമി ഓപ്പറേറ്റ് ചെയ്യുക, ഫുൾ പൊട്ടൻഷ്യലാണ് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം അവിടെ ഫുൾ പൊട്ടൻഷ്യൽ ആണെങ്കിലും ഫുൾ കപ്പാസിറ്റിയിലാണെങ്കിലും അവിടെ എന്ത് കാണും, രണ്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കാണും, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ഒരു എക്കോണമി ഫുൾ എംപ്ലോയ്മെന്റിലാണ് അല്ലെങ്കിൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് പ്ലസ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്, ഈ രണ്ട് ടൈപ്പ് ഓഫ്. അപ്പം ഈ രണ്ട് ടൈപ്പ് മാത്രം ഉള്ളെങ്കിൽ ആ എക്കോണമി എന്താണ്, ഫുൾ എംപ്ലോയ്മെന്റിലാണ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇല്ല. സൈക്ലിക്കൽ ഇല്ല, ഡിസ്കൈസ്ഡ് ഇല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ അണ്ടർ എംപ്ലോയ്മെന്റ്, ഇതൊന്നും ഇല്ല. ആകെ എന്ത് മാത്രമേ ഉള്ളൂ, സ്ട്രക്ചറലും ഫ്രിക്ഷണലും മാത്രം ഉള്ളെങ്കിൽ അതെന്താണ്, എക്കോണമി ഫുൾ എംപ്ലോയ്മെന്റ് കപ്പാസിറ്റിയിലാണ്. ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഈസ് അൺഎംപ്ലോയ്മെന്റ് കോസ്ഡ് ബൈ സപ്ലൈ സൈഡ് ഫാക്ടർ റാദർ ദാൻ ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ്. ഇത് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സിനാണ് ഉണ്ടാവുക. ഒരു കൈൻഡ് ഓഫ് വോളണ്ടറി തന്നെയാണ് ഈ രണ്ട് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ദിസ് ഈസ് ബിക്കോസ് ഈവൻ ഇഫ് ദ എക്കോണമി ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് ഫുൾ കപ്പാസിറ്റി and there is no demand deficient unemployment, then there will still be some unemployment caused by supply side factors. അപ്പം supply side factors ആണ് ഈ രണ്ട് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് റീസൺ ആകുന്നത്. The natural rate of unemployment is the hypothetical level of unemployment the economy would experience if the aggregate production were in the long term state. The natural rate hypothesis or non-accelerating inflation rate of unemployment theory predict that inflation is stable only when unemployment is equal to the natural rate of unemployment. അപ്പൊ ഈ ഒരു ഐഡിയ യൂഷ്വലി ഉണ്ടാകുന്ന മോണിറ്ററിസ്റ്റ് ഐഡിയ ആണ്, അല്ലെങ്കിൽ മിൽട്ടൺ ഫ്രീഡ്മാൻ, എഡ്മണ്ട് ഫിലിപ്പ്, ഇവർ രണ്ടുപേരാണ് ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ അവതരിപ്പിക്കുന്നത്. അപ്പം ഈ നാച്ചുറൽ റേറ്റിൽ അവിടെ എക്കോണമി എന്താ, ഫുൾ എംപ്ലോയ്മെന്റിലാണ് അല്ലെങ്കിൽ ഫുൾ കപ്പാസിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ സപ്ലൈ സൈഡിൽ ഉണ്ടാകുന്ന സെർട്ടൈൻ ആയിട്ടുള്ള പ്രോബ്ലംസ് മൂലം അവിടെ സെർട്ടൈൻ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത്. അത് ഏതൊക്കെയാണ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റും ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. അപ്പൊ ഇതിനെയാണ് നാച്ചുറൽ റേറ്റ് അല്ലെങ്കിൽ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നെയ്റു എന്ന് നമ്മൾ വിളിക്കും. നമ്മൾ ഫിലിപ്സ് കർവ് പഠിക്കുന്ന സമയത്ത് ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊരു ഇൻട്രോഡക്ടറി പാർട്ടായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഇത് അവതരിപ്പിച്ചതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇഫ് 1 ഈസ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ്, 2 ഈക്വൽ ടു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, 3 ഈക്വൽ ടു frictional unemployment and 4 equal to structural unemployment, then full employment is consistent with. അപ്പം പല ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റും സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. 3+4 ആണ്. അപ്പൊ 3+4 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് കോൺസെപ്റ്റ് ഓഫ് നാച്ചുറൽ റേറ്റിംഗ് അൺഎംപ്ലോയ്മെന്റ്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താണ്, ഫ്രിക്ഷണൽ ആൻഡ് സ്ട്രക്ചറലി അൺഎംപ്ലോയ്മെന്റ്, frictional and cyclically unemployment,
structurally and cyclically unemployment, frictionally, cyclically and structurally unemployment. Cyclical unemployment ഒരിക്കലും നാച്ചുറൽ റേറ്റ് വരത്തില്ല. ഏതാണ്? ഫ്രിക്ഷണലി ആൻഡ് സ്ട്രക്ചറലി അൺഎംപ്ലോയിഡ് മാത്രമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, then natural rate of unemployment exists when there is a cyclical unemployment, exists when there is no structural unemployment, equal to the percentage of labor force that is frictionally unemployed equal to the percentage of labor force that is frictionally and structurally unemployment. Right answer ഓപ്ഷൻ ഡി ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. Which one of the following is the correct concept of natural rating unemployment? Frictionally and structurally unemployed, frictionally and cyclically unemployed, cyclically and structurally and cyclically unemployment, frictionally, cyclically and structurally unemployed. ഇത് 2-3 തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒന്നുകൂടെ ഇട്ടത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്താണ് അൺഎംപ്ലോയ്മെന്റ്, ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കണ്ടു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിലും അറിയിക്കുക. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമിന്റെ കോച്ചിങ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. UGC നെറ്റ്, കേരള സെറ്റ്, HSST, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള PSC എക്സാംസിന്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഏരിയാസിന്റെയും ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. താങ്ക് യു.